ഒന്ന് അദ്ദേഹം പറഞ്ഞു, നോക്കൂ, നമുക്കറിയാം ശബരിമലയിൽ അന്ന് സർക്കാർ സംരക്ഷണത്തോടെ കയറിയ സ്ത്രീകൾ ആരൊക്കെയാണ്? അത് ബിന്ദു അമ്മിണിയും കനകദുർഗയുമാണ്, അല്ലേ? പക്ഷേ NK പ്രേമചന്ദ്രൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ബിന്ദു അമ്മിണിയെയും രഹന ഫാത്തിമയെയും ബീഫും പൊറോട്ടയും കൊടുത്ത് സർക്കാർ കയറ്റിയെന്നാണ്. അങ്ങനെ കോംബോ ശ്രദ്ധിക്കണം. ബിന്ദു അമ്മിണിയും കനകദുർഗയും എന്ന് പറയുമ്പോൾ കിട്ടാത്ത ഒരു പ്രത്യേക കോംബോ ബിന്ദു അമ്മിണിയും രഹന ഫാത്തിമയും എന്ന് പറയുമ്പോൾ കിട്ടും. രഹന ഫാത്തിമ ശബരിമല കയറിയിട്ടില്ല. അവർ ശബരിമല കയറി, സർക്കാരിൻ്റെ പോലീസിൻ്റെ കുറച്ച് പിന്തുണ ഉണ്ടായിരുന്നു. പെട്ടെന്ന് സർക്കാരിൻ്റെ വിളി വന്നു, പോലീസ് ശ്രീത്ത് അവരെയും കൊണ്ട് തിരിച്ചിറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. രഹന ഫാത്തിമയ്ക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അവിടെ കയറി തൊഴുത ആളുകൾ ബിന്ദു അമ്മിണിയും കനകദുർഗയുമാണ്. അവർ വേണമെങ്കിൽ പേരുകൊണ്ട് ഹിന്ദു മതവിശ്വാസികളായിട്ട് കാണാൻ കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് പറയാൻ അറിയാത്ത ആളല്ല. ബിന്ദു അമ്മിണിയും കനകദുർഗയുമാണ് അവിടെ കയറിയെന്ന് അറിയാത്ത ആളല്ല പ്രേമേന്ദ്രൻ. പക്ഷേ പ്രേമേന്ദ്രൻ പറയുന്നത് ബിന്ദു അമ്മിണിയും രഹന ഫാത്തിമയും കയറി. വെറുതെ അല്ല കയറിയത്, അവർക്ക് ബീഫും പൊറോട്ടയും സർക്കാർ വാങ്ങിച്ചു കൊടുത്തു എന്നാണ്. അവർക്ക് പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങിച്ചു കൊടുത്തു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. പൊറോട്ടയും വെജിറ്റബിൾ കുറുമയും എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ബീഫ് എന്ന് പറയുന്നത് അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ബിന്ദു അമ്മിണി പറയുന്നു, ഞങ്ങൾക്ക് തന്നെ പൊറോട്ടയും ബീഫും കിട്ടിയിട്ടില്ല, ഞങ്ങളതിനെക്കുറിച്ച് പരാതി കൊടുക്കാൻ പോകുന്നു, സ്പീക്കർക്കും പരാതി കൊടുക്കാൻ പോകുന്നു, പോലീസിനും പരാതി കൊടുക്കുന്നു. എന്ത് ഉത്തരവാദിത്തത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്? അത് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ പരമാവധിയിൽ പറഞ്ഞ് വിശ്വാസികളുടെ വികാരത്തെ ഇളക്കി വിടുക, വിശ്വാസികളുടെ വികാരത്തെ ഇളക്കി വിടുന്നതിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ഒന്ന് രഹന ഫാത്തിമ, ഒന്ന് ബീഫ്. ബീഫ് എന്ന് പറയുന്ന സംഗതിയുടെ പേരിൽ ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡ എത്രയാണ് എന്ന് നമുക്കറിയാം. ഒരു മുസ്ലിം വിരുദ്ധതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സിംഗിൾ ടേമായിട്ട് സത്യത്തിൽ ഇന്ന് ഇന്ത്യയിൽ ബീഫ് മാറിയിട്ടുണ്ട്. നീ ബീഫ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് ആരെയും ആക്രമിക്കാൻ കഴിയുന്ന ഒരു പ്രതലം ഇന്ന് ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അയാളുടെ വീട്ടിൽ ബീഫ് സൂക്ഷിച്ചിരുന്നു എന്നതിൻ്റെ പേരിൽ ആരെയും തല്ലിക്കൊല്ലാൻ കഴിയുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ട്. ബീഫ് എന്ന പ്രയോഗം തന്നെ ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു മുസ്ലിം വിരുദ്ധ വാക്കായിട്ട് പരിണമിക്കുകയാണ്. മുസ്ലിങ്ങളെ ആക്രമിക്കാനുള്ള ഉപാധിവാചകമായിട്ട് വാക്കായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പ്രേമേന്ദ്രൻ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ബീഫ് കഴിച്ചിട്ട് ശബരിമലയിൽ കയറി എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ഫുഡ് കഴിച്ചിട്ട് ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ കയറി എന്ന വികാരം വർക്ക് ചെയ്യണം എന്ന ഉദ്ദേശം അതിനകത്തുണ്ട്. അദ്ദേഹം ഒരു നിഷ്കളങ്കനൊന്നുമല്ലോ, എത്രയോ കാലമായിട്ട് രാഷ്ട്രീയത്തിൽ പയറ്റുന്ന ആളാണ്. അപ്പോൾ പയറ്റുമ്പോൾ എന്തെടുത്ത് പയറ്റിയാൽ എവിടെ വർക്ക് ചെയ്യുന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം മാക്സിമത്തിൽ പണിയുന്നതാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കേണ്ട കാര്യം. അത് കേരളത്തിൻ്റെ പൊതുവിടത്തോടും നമ്മുടെ സാഹോദര്യ ജീവിതത്തോടും എന്തെങ്കിലും ഉത്തരവാദിത്തമുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്നാണ് ഞാൻ പറയുക. പണ്ടൊരിക്കലും നമുക്കറിയാം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതൊരു സുവർണാവസരമാണ്, നാം പ്രയോജനപ്പെടുത്തണമെന്ന്. PS ശ്രീധരൻപിള്ളയായിരുന്നു അന്ന് പ്രസിഡന്റ്. ഇന്ന് അതുപോലെ ഈ സുവർണാവസരത്തെ ഏത് വഴിക്കും ഉലയൂതി കത്തിച്ച് പ്രയോജനപ്പെടുത്താം എന്ന് വിചാരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഇത് ആദ്യം കേൾക്കുകയാണ് ബീഫും പൊറോട്ടയും എന്നുള്ളത്. അദ്ദേഹം അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ബിന്ദു അമ്മിണി ഒരു ദളിത് സമുദായ അംഗമാണ്, രഹന ഫാത്തിമ മുസ്ലിമാണ്, ഒപ്പം ബീഫും. ഈ കോംബോ ആലോചിച്ച് നോക്കൂ. കനകദുർഗ ആ ഗണത്തിലൊന്നും പെടുന്ന ആളല്ല, നേരത്തെ പറഞ്ഞിരുന്നു.